ചെരുപ്പോ അപ്പോൾ ഭയങ്കര സൗണ്ടാണല്ലോ. എന്തോ ഇന്ന് പരിപാടിയുണ്ട് അവിടെ. സെൻറ്റ് ആൽബർട്ട് കോളേജിൽ വന്നിരിക്കുകയാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുട്ടികളുടെ അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ സാക്ഷിയുടെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പഠിക്കുന്ന എല്ലാ കുറച്ച് കുട്ടികളും ഉണ്ട്, ഞങ്ങളുടെ മിസ്സും ഒക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷം തോന്നുന്നു. പലപ്പോഴും നമ്മൾ വെളിയിൽ നിന്ന് മാത്രമേ കാണാറുള്ളൂ. ഇത് കോളേജ് നമ്മളെപ്പോഴും ഇവിടെ ഞാനിവിടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് കയറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ പഴയ കോളേജ് ലൈഫിലേക്കൊക്കെ പോകുന്ന പോലെ തോന്നുന്നുണ്ട് ഇവരൊക്കെ കാണുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഇൻട്രാക്ഷൻ നൊസ്റ്റാൾജിയ ഫീൽ അല്ലേ? നല്ലൊരു നൊസ്റ്റാൾജിയ. എങ്ങനെ ഫീൽ ചെയ്തു? നല്ലൊരു നമ്മൾ പോയ കാലങ്ങൾ നമ്മൾ തിരിച്ചു കിട്ടിയ രീതി നമുക്ക് തോന്നുന്നു. അപ്പം ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, യൂസ് ചെയ്യുന്നത് കുറച്ചൊക്കെ സഹിച്ചോ അല്ലെങ്കിൽ നീ മാറണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരൻ, സ്ത്രീകളും ആൺകുട്ടികളും ആരെങ്കിലും ഇപ്പം എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഞാനടക്കം ആളുകൾ ഇപ്പൊ ഒരു അമ്മയാണ്, അതിന് പുറമെ ഞാൻ ഒരു അമ്മുമ്മയാണ്, എനിക്ക് എൻ്റെ മക്കളുണ്ട്, അതിന് കൊച്ചുമക്കളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. സിസ്ജെൻഡർ ആയിട്ടുള്ള മക്കളുണ്ട്, കമ്മ്യൂണിറ്റിയിലുള്ള മക്കളുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നതിന് വിദ്യാഭ്യാസം കൊടുക്കുന്ന മനുഷ്യരുണ്ട്. അപ്പൊ പല പല മേഖലയിൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് എത്തിപ്പെടുവാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളിപ്പോ ക്രൈസിസ്, ഇപ്പൊ പൊതു ഇടങ്ങളിൽ ക്രൈസിസ് വരുമ്പോൾ സാധാരണ സിസ്ജെൻഡർ മനുഷ്യർ പോലും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. കാരണം നമ്മൾ ട്രാൻസ്ജെൻഡർ, എല്ലാ പ്രശ്നവും നമുക്കെതിരെയാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട് ഇതിൽ സമൂഹത്തിന്റെ ഇടയിൽ കൃത്യമായിട്ട്. കാരണം മറ്റുള്ള ഇത് ചെയ്യുന്ന കാര്യത്തിനല്ല. വന്നിട്ട് ഇപ്പോൾ ഒരു 3 years അപ്പോൾ ആവുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്ന കൂട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കത് തന്നെ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഇത് പാലക്കാട് ഒറ്റപ്പാലത്താണ്. ഞാനിവിടെ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. ഇങ്ങോട്ട് മാറാനുള്ള കാരണം എൻ്റെ വീട്ടുകാർ കല്യാണം ഏകദേശം ഉറപ്പിച്ചപ്പോൾ പെണ്ണ് കാണാൻ വേണ്ടി എന്നെ അതിന് റെഡിയാക്കി, അതിന് പോകാൻ വേണ്ടി നിന്നപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ 6-7 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടോട് തിരിച്ചു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അട്രാക്ഷനും എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഒരു പെണ്ണിനോട് ഇപ്പോൾ എടുത്ത് വന്നിരുന്നാലും എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്താലും നമുക്ക് അവരോടൊരു ഫീലിങ്ങും നമുക്ക് തോന്നാറില്ല. അതുകൊണ്ടാണ് നമ്മൾ കയ്യൊരു അവസ്ഥയിലോട്ട് മാറിയത്. എല്ലാവർക്കും താങ്ക് യു. കോട്ടയത്തു നിന്നാണ്. ബേസിക്കലി ഞാൻ സ്റ്റുഡൻ്റാണ്. ഇപ്പം ITIയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാക്കി പറഞ്ഞ പോലെ തന്നെ വീട്ടുകാരുടെ ഒരു കാര്യത്തിലും നമ്മൾ ഉണ്ടാകത്തില്ല. അതൊരു എന്താ പറയുക, നമ്മളായിട്ട് ആഗ്രഹിക്കാത്തൊരു ഇതാണ്. എന്താ പറയുക, വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലും അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാലത്ത് നല്ലൊരു ഷോ ഓഫ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മസ്കുലറായിട്ട് നടന്നുകൊണ്ടിരുന്നൊരു വ്യക്തിത്വമാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഷോ കാണിക്കുക, പ്രൈവറ്റ് വണ്ടി ഓടിക്കുക, കോട്ടയക്കാരനാളും വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തരാൻ പല നടന്നിട്ടുള്ള ടീമാണ് ഞാൻ.
എനിക്ക് അതിൽ നിന്നും പെട്ടെന്നൊരു വ്യത്യാസം വന്നപ്പോഴത്തേക്ക് അവർക്ക് അക്സെപ്റ്റ് ആയില്ല. ഇപ്പോഴും ഞാൻ വീട്ടിൽ പോകണമെന്നൊക്കെ ആഗ്രഹിക്കും, പക്ഷെ നടക്കത്തില്ല. വീട്ടിൽ അത്ര നല്ല സിറ്റുവേഷൻ അല്ല.